നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ആലപ്പുഴ തുറവൂരിൽ അമ്മയുടെ മൃതദേഹം മറ്റാരും അറിയാതെ കുഴിച്ചുമൂടിയ മകൻ. തുറവൂർ മനക്കോടം സ്വദേശിനി രാധിയുടെ മൃതദേഹമാണ് മകൻ ഗിരീഷ് അടുക്കളയിൽ കുഴിച്ചിട്ടത്. ഗിരീഷ് അമ്മയെ കൊലപ്പെടുത്തിയതാണോ? കൊലപാതകത്തിന് ശേഷം മൃതദേഹം കുഴിച്ചുമൂടിയതാണോ? ഇക്കാര്യം കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് പോലീസ്. ഗിരീഷ് നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. നാട്ടുകാരുടെ പരാതിയിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അന്വേഷണത്തിന്റെ ഭാഗമായി മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തും. ഭക്ഷണം കൊണ്ടുവന്നപ്പോൾ അമ്മ അനക്കമില്ലാതെ കിടക്കുകയായിരുന്നുവെന്നാണ് പോലീസിനോട് ഗിരീഷ് പറഞ്ഞത്. ഗിരീഷിന്റെ ഭാര്യ പിണങ്ങി മറ്റൊരിടത്താണ് താമസിക്കുന്നത്. അവിടെ നിന്ന് മക്കളെ വിളിച്ചുകൊണ്ടുവന്ന് അമ്മൂമ്മ മരിച്ചുവെന്ന് അവരോട് പറഞ്ഞു. വരുന്ന വഴി മൺവെട്ടി വാങ്ങി മൃതദേഹം കുഴിച്ചിട്ട ശേഷം അടുപ്പുകല്ല് മുകളിൽ വെച്ചു. ആരോടും ഇക്കാര്യം പറഞ്ഞില്ല. അതിലാണ് ദുരൂഹത സംശയിക്കുന്നത്. ഗിരീഷിൻ്റെ ഭാര്യയാണ് നാട്ടുകാരെ വിവരം അറിയിച്ചത്. ഭാര്യ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാർ പോലീസിനെ അറിയിക്കുകയായിരുന്നു. പോലീസിനെ വിവരം അറിയിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗിരീഷിനെ കസ്റ്റഡിയിലെടുത്തത്. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, ഒരു മകൻ അമ്മയുടെ മൃതദേഹം കുഴിച്ചു മൂടുന്നു, അത് യാതൊരു കർമ്മങ്ങളുമില്ലാതെ. ഇത് കൊലപാതകമാണോ? പോലീസ് എന്താണ് സംശയിക്കുന്നത്? ഗിരീഷ് എന്താണ് പോലീസിനോട് പറയുന്നത്? തോമസ്, സാഹചര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ദുരൂഹതകൾ നിലനിൽക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം മകൻ അമ്മ മരണപ്പെട്ടു എന്നുള്ള വിവരം മറ്റുള്ളവരുടെ പുറം ലോകത്തേക്ക് അറിയിക്കാതെ അത് സംസ്കരിക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായിട്ടുള്ളത്. അതുതന്നെയാണ് ഇപ്പോൾ സംശയം തോന്നിയിട്ടുള്ളതും. കാരണം ഈ ഗിരീഷ് ദീർഘകാലമായി മദ്യത്തിന് അടിമയാണ് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇയാൾ സ്ഥിരം മദ്യപാനിയാണ്. ഒപ്പം തന്നെ മദ്യപിച്ചു വരുന്ന ഘട്ടത്തിൽ പലപ്പോഴും അമ്മയുമായി പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് എന്നുള്ളതും അയൽവാസികളായ ആളുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഇത്തരത്തിൽ മൃതദേഹം മറവ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം പോലീസിലേക്ക് കൈമാറുകയും ചെയ്തിട്ടുള്ളത്. കാരണം ഗിരീഷിന്റെ മദ്യപാന ശീലത്തെ തുടർന്ന് ഭാര്യയും കുട്ടികളും അടക്കമുള്ളവർ ഇയാളുടെ ഒപ്പമല്ല താമസിക്കുന്നത്, അവരെ മാറിയാണ് താമസിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ, ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ അമ്മുമ്മ മരണപ്പെട്ടു എന്നുള്ള വിവരം കൊച്ചുമക്കളോടടക്കം പങ്കുവച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഇന്നലെ രാവിലെയാണ് രാധ പള്ളിത്തോട്ടെ വീട്ടിൽ, അതായത് ആ വീട് തന്നെ ഒരു ദുരൂഹമായ സാഹചര്യത്തിലുള്ള സ്ഥലമാണ്. കാരണം അടുത്തങ്ങനെ മറ്റു വീടുകളില്ല. ഒരു ചിറയുടെ നടുക്കായിട്ടാണ് ഈ വീട് ഉള്ളത്. ചുറ്റും വെള്ളക്കെട്ടാണ്. അവിടെ ഈ അമ്മയും മകനും മാത്രമാണ്, രാധയും ഒപ്പം തന്നെ ഗിരീഷും മാത്രമാണ് താമസിച്ചിരുന്നത് എന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുള്ളത്. തുടർന്ന് ഈ വിവരം, അതായത് ഇവരെ അമ്മയെ കുഴിച്ചിട്ടു എന്നുള്ള വിവരം ലഭ്യമായതിനെ തുടർന്ന് ഇന്നലെ വൈകിട്ടോടു കൂടി കുത്തിയതോട് പോലീസ് ഗിരീഷിനെ കസ്റ്റഡിയിലെടുത്തു. ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. അവിടെ അനക്കമില്ലാതെ മരണപ്പെട്ട രീതിയിൽ കിടന്നു എന്നുള്ളത് തന്നെയാണ് ഗിരീഷ് പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ അമ്മയെ കുഴിച്ചു ഇട്ടു എന്നുള്ള, പക്ഷെ അത് എന്തിനിങ്ങനെ സംസ്കരിച്ചു എന്നുള്ള ചോദ്യത്തിന് ഇനി ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ വീടിന്റെ അടുക്കള ഭാഗത്ത് നിന്ന്, അതായത് അടുക്കള ഭാഗത്തോട് ചേർന്നുള്ള മുറിക്കകത്ത് നിന്നാണ് ഈ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. അടുപ്പുകല്ല് ഉൾപ്പെടെ അതിന്റെ മുകളിൽ വെച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. അതൊക്കെ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നുള്ള ചോദ്യം സംശയാസ്പദമായി തന്നെ നിലനിൽക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 12 മണിയോടുകൂടിയാണ് അവിടുത്തെ ഈ പ്രദേശത്തെ, അതായത് തഹസിൽദാർ അടക്കം വന്ന് കുത്തിയതോട് പോലീസ് മൃതദേഹം കുഴിച്ച് പുറത്തേക്ക് എടുത്തിട്ടുള്ളത്. ഇന്നലെ തന്നെ ഈ സ്പോട്ട് പോലീസ് കവർ ചെയ്തിരുന്നു. കാരണം ഇയാളിൽ നിന്നും ഇങ്ങനെ വീടിനകത്ത് ഇട്ടിട്ടുണ്ട് എന്നുള്ള വിവരം ലഭിച്ചതോടുകൂടി പോലീസ് കാവലിലായിരുന്നു ആ വീട് ഉള്ളത്. വീട്ടിലേക്ക് കടക്കാൻ പോലും ബുദ്ധിമുട്ടാണ്. കാരണം ഒരു തോടാണ്, തോടിന് ചുറ്റും ഒരു തടി വെച്ചിട്ടുള്ള ഒരു ചെറിയ പാലം, അത് തന്നെ പൂർണ്ണമായി പാലമായിട്ടല്ല, ഒരു തടിയാണ് ഇട്ടേക്കുന്നത്, അത് തന്നെ പൂർണ്ണമായിട്ടില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമുള്ളൊരു വീടാണ്. അത്ര വീടും വീടിൻ്റെ അകവും ഒക്കെ തന്നെയാണ് വെള്ളക്കെട്ടും പ്രശ്നങ്ങളുമുള്ള ഒരു താറുമാറായ അവസ്ഥയിലുള്ള ഒരു സ്ഥലമാണ്. അവിടെയാണ് ഈ രാധയും ഒപ്പം തന്നെ മകൻ ഗിരീഷും ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഇയാളുടെ മദ്യപാനം തന്നെയാണ് ഈ കുടുംബം തകർത്തതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പരിസരവാസികളൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും ഫോറൻസിക് പരിശോധനകൾക്ക്, അതായത് ഇൻക്വസ്റ്റ് നടപടികളടക്കമുള്ള കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് ഇനി അല്പസമയത്തിനകം തന്നെ മൃതദേഹം പുറത്തേക്ക് ഇറക്കുമെന്നുള്ളതാണ്. പോസ്റ്റ്മോർട്ടം നടത്തേണ്ടതായുണ്ട്. കാരണം വീട്ടിൽ വെച്ച് ഒരാൾ അമ്മയുടേത് സ്വാഭാവിക മരണമാണെന്നാണ് ഗിരീഷ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ഇത് പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടുണ്ട്. കാരണം ഇയാൾ സ്ഥിരം മദ്യപാനിയാണ്, മദ്യപിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തി. ഇയാളുടെ കടുത്ത മദ്യപാനം കാരണമാണ്
ഭാര്യയും മക്കളും പിണങ്ങിപ്പോയതെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ പതിവായി അമ്മയുമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുമായിരുന്നോ? ഈ കഴിഞ്ഞ രാത്രിയിൽ എന്തായിരിക്കും ആ വീട്ടിൽ സംഭവിച്ചത്? അങ്ങനെ ഈ പ്രതിയുടെ ഈ മൊഴിയിൽ പോലീസ് എത്രത്തോളം വിശ്വാസത്തിലെടുക്കുന്നുണ്ട്? കാരണം ഇയാൾ ഇപ്പോഴും ഈ മദ്യലഹരിയിൽ തന്നെയാണോ? കാരണം എന്താണ് പോലീസിനോട് ഈ കേസുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വിവരിക്കുന്നത്? ഇയാൾ ഫുൾ ടൈം വെള്ളമാണ്, അതായത് മദ്യപാനമാണ് എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ മദ്യലഹരിയിലുള്ള ആൾ തന്നെയാണ്. പരിസരവാസികൾ പറയുന്നത് അമ്മയും മകനും തമ്മിൽ വഴക്കുണ്ടാവാറുണ്ട് എന്നുള്ള കാര്യം പരിസരവാസികൾ ഉൾപ്പെടെ പറയുന്നുണ്ട്. അപ്പോൾ ആ വീടിനകത്ത്, ഒറ്റപ്പെട്ട വീടിനകത്തുനിന്ന് അത്തരത്തിൽ പരിസരവാസികളടക്കം ഈ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയുന്നെങ്കിൽ അവിടെ നല്ല വഴക്ക് നടക്കാറുള്ള ഒരു വീട് തന്നെയാണ് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒപ്പം ഇയാളുടെ ശല്യം സഹിക്കാൻ വയ്യാതെയാണ് ഭാര്യയും കുട്ടികളും മാറി താമസിക്കുന്നത്. ഭാര്യ നിർമ്മാണത്തോടെടുത്താണ് ജീവിക്കുന്നത്. അത്തരത്തിൽ ഉള്ള ഒരു സാഹചര്യമാണ് കുടുംബത്തുള്ളത്. ഒപ്പം തന്നെ സ്ഥിരം മദ്യപാനിയാണ് എന്നുള്ളതാണ് പോലീസും വ്യക്തമാക്കുന്നത്. ഇയാളുടെ ചിത്രങ്ങളടക്കം നമുക്ക് ലഭ്യമായത് മദ്യക്കുപ്പി പിടിച്ചുകൊണ്ട് കിടക്കുന്ന ചിത്രങ്ങളാണ് ഇയാളുടെ ലഭ്യമായിട്ടുള്ളത്. അത്തരത്തിൽ മദ്യത്തിന് അഡിക്റ്റ് ആണ് എന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഈ പറഞ്ഞ സാഹചര്യങ്ങളെല്ലാം തന്നെ തികച്ചും സംശയാസ്പദമായ സാഹചര്യങ്ങളാണ്. ഇനി ഇയാൾ മദ്യലഹരിയിൽ ചെയ്തതാണോ ഇത്തരം കാര്യങ്ങൾ? കാരണം സ്വാഭാവികമായി എന്തെങ്കിലും മരണം സംഭവിച്ച ശേഷം ഇയാൾ മറ്റേതെങ്കിലും രീതിയിൽ ഭയത്തിൻ്റെ പുറത്ത് ഇത് ചെയ്തതാണോ എന്നൊക്കെയുള്ള സ്ഥിരീകരണത്തിലേക്ക് വരേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ കാര്യങ്ങൾ സംശയകരമാണ്. കാരണം അമ്മ മരിച്ചു എന്നുള്ള വിവരം, രാവിലെ മരിച്ചെങ്കിൽ ആ മരിച്ച വിവരം എന്തുകൊണ്ട് നാട്ടുകാരെയോ അല്ലെങ്കിൽ ബന്ധുക്കളെയോ അറിയിച്ചില്ല? ഒപ്പം തന്നെ വീടിൻ്റെ അടുക്കള ഭാഗത്തോട് ചേർന്ന് വീടിനകത്ത് തന്നെ കുഴിച്ചു മൂടുകയും അതിന് മുകളിൽ അടുപ്പുകൾ അടക്കം വെക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് എന്ത് മറയ്ക്കാനാണെന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. പോലീസ് ഇയാൾ തികഞ്ഞ മദ്യപാനി ആയതുകൊണ്ട് തന്നെ ഇനി മദ്യലഹരിയിൽ ഇതൊക്കെ കാണിച്ചു കൂട്ടിയതാണോ, അതോ ഈ യഥാർത്ഥത്തിൽ മരണം സംഭവിച്ച് മറ്റെന്തെങ്കിലും രീതിയിൽ മരണം സംഭവിച്ചതാണോ എന്നൊക്കെയുള്ള സംശയം നിലനിൽക്കുന്നുണ്ട്. നിലവിൽ പോലീസിൽ നിന്നും അന്വേഷണ സംഘം കൂടുതൽ വിവരങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുന്നില്ല. അവരും ഒരുപക്ഷെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായിട്ടൊക്കെ കാത്തിരിക്കുകയായിരിക്കും. കാരണം നേരത്തെ തന്നെ ആലപ്പുഴയിൽ മറ്റൊരു കേസ് ഇതുപോലെ തന്നെ ഉണ്ടായിട്ടും അതും ഈ പറഞ്ഞ രീതിയിൽ അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ അത് സ്വാഭാവിക മരണമായിരുന്നു. പക്ഷേ ഈ മരണത്തിന് ചുറ്റുമുള്ള ആളുകളെല്ലാം തന്നെ ഈ വിഷയത്തെ ഭയപ്പെടുകയും ചെയ്തു. അങ്ങനെ മറച്ചു വെക്കാനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഔദ്യോഗികമായ ഒരു ശാസ്ത്രീയ പരിശോധനകളിലേക്ക് കടക്കട്ടെ എന്നുള്ളൊരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. ഇന്നലെയാണ് ഇത് സംഭവിച്ചത്. ഇന്നലെ രാവിലെയാണ് മരണം സംഭവിച്ചതെന്നാണ് പറയുന്നത്. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് ഇയാൾ ഇത് ചെയ്തത് എന്നുള്ളതും വൈകിട്ട് കുട്ടികളോടടക്കം ഈ കാര്യം പറഞ്ഞു എന്നും ഭാര്യയാണ് വിവരം പോലീസിന് കൈമാറിയെന്നുമൊക്കെ ഉള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. എന്തായാലും ഔദ്യോഗികമായൊരു വെർഷൻ പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭ്യമാകേണ്ടതുണ്ട്. അവർ അത്തരം കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്നലെ തൊട്ട് കുത്തിത്തോട് പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഗിരീഷ് ഉള്ളത്. ശരണ്യ, ഈ സമീപകാലത്തൊന്നും ഇല്ലാത്ത രീതിയിൽ ഒരു ക്രൈം സ്പോട്ടായി ആലപ്പുഴ ജില്ല മാറുകയാണോ? കാരണം അതിൽ കൂടുതലും വീടുകളിൽ നടക്കുന്ന കൊലപാതകങ്ങൾ, ക്രൂരകൃത്യങ്ങൾ, അത് അമ്മയെ കൊലപ്പെടുത്തുന്ന മക്കള്, അതല്ലെങ്കിൽ നമുക്കറിയാം ഈ സെബാസ്റ്റ്യൻ്റെ കേസ്, അങ്ങനെ ശരണ്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധി സംഭവങ്ങൾ, ഈ ആളുകളെ കൊന്ന് കുഴിച്ചു മൂടുന്ന സംഭവങ്ങൾ പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിലാണ് ഇത്ര അധികമായി വർദ്ധിക്കുന്നത്. പക്ഷേ ഈ കേസുകളിലൊക്കെ പോലീസിൻ്റെ അന്വേഷണം എങ്ങുമെത്താത്തൊരു സാഹചര്യം കൂടിയുണ്ട്. കാരണം ഇത്രയധികം ക്രൈം നിരക്കുകൾ വർദ്ധിക്കുന്നതാണോ പോലീസിനും വെല്ലുവിളിയാകുന്നത്? ടോം സൂചിപ്പിച്ചത് ശരിയാണ്. കാരണം നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായി ആലപ്പുഴയിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹങ്ങളുടെ എണ്ണം വളരെ വലുതാണ്. കലവൂർ സ്വദേശിനിയായ സ്ത്രീയെ, എറണാകുളം സ്വദേശിയായ സ്ത്രീയെ ഇതുപോലെ തന്നെ കലവൂര് കൊലപ്പെടുത്തി അവരുടെ ആഭരണങ്ങൾ കവർന്ന ശേഷം വീട്ടുവളപ്പിൽ മറവ് ചെയ്തിരുന്നു. ഒപ്പം തന്നെ ഒരു നവജാത ശിശുവിനെ മറവ് ചെയ്ത സംഭവം, അതുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ നിരവധി കേസുകൾ അമ്പലപ്പുഴയിലാണെങ്കിൽ താനുമായി അടുപ്പമുണ്ടായിരുന്ന ഒരു സ്ത്രീയെ അമ്പലപ്പുഴ സ്വദേശി തന്റെ വീട്ടിൽ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തി അവിടെയും രഹസ്യമായി മറവ്. അങ്ങനെ നിരവധി കേസുകൾ ഇത്തരത്തിൽ കൊലപാതകവുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് അത് മറവ് ചെയ്ത് പിന്നീട് ദിവസങ്ങൾ കഴിഞ്ഞ് കുഴിച്ചെടുക്കുന്ന രീതി ആലപ്പുഴയിലുണ്ട്. അത്തരം കേസുകൾ കൂടുതലായി ആലപ്പുഴയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത്തരം ക്രൈമുകൾ വരുന്നു. പിന്നീട് എല്ലാവരും ഞെട്ടിച്ച കേസായിരുന്നു പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യൻ്റെ കൊലപാതക പരമ്പര. അത്തരം സംഭവങ്ങളൊക്കെ തന്നെ ഇതൊരു ക്രൈം സ്പോട്ട് എന്ന് നമുക്ക് പറയുന്നതിനപ്പുറം
അപ്പുറത്തേക്ക് ഇത്രയും സമാന രീതിയിൽ സമാന സ്വഭാവമുള്ള കൊലപാതകങ്ങൾ ആലപ്പുഴയിൽ നടക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതെല്ലാം തന്നെ മറവ് ചെയ്യുന്ന രീതിയൊക്കെ എല്ലാം കുഴിച്ചിടുകയും അത്തരത്തിൽ വീടിനകത്ത് കുഴിച്ചിടുന്നു, വീട് പൊളിച്ച് പുറത്തേക്ക് എടുക്കുന്ന ഒരവസ്ഥ വരുന്നു. നമുക്കറിയാം AC റോഡിൽ ഇതുപോലെ തന്നെയായിരുന്നു. വീടിനകത്ത് കുഴിച്ചിട്ട നിലയിലായിരുന്നു ഒരു മൃതദേഹം ഉണ്ടായിരുന്നത്. അത് പിൻഭാഗം കോൺക്രീറ്റ് ചെയ്ത് അടച്ചിരുന്നു, അതും പൊളിച്ചാണ് പുറത്തേക്ക് എടുത്തത്. അപ്പോൾ ഇത്തരത്തിൽ സമാനമായ രീതിയിലുള്ള കേസുകൾ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ നിരവധി കേസുകൾ ആലപ്പുഴയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് കാലയളവിലായി അത്തരത്തിലൊരു കുഴിച്ചുമൂടുന്ന രീതി, കുഴിച്ചുമൂടുക എന്നുള്ള രീതി ഒരു ആലപ്പുഴയിൽ സ്ഥിരം കേസുകളായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പല കേസുകളിലും മിസ്സിംഗ് ആവുന്നതും അവസാന ടവർ ലൊക്കേഷൻ വരുന്നതും ജില്ലയാണ് എന്നതും ദുഃഖകരമാണ് കേട്ടോ. വ്യക്തമാണ്. അതാണ് ഏറ്റവും ഒരു കാലത്ത് വളരെ സമാധാനത്തോടെ ജീവിച്ചിരുന്ന നാട്ടുകാരാണ്. പക്ഷെ ഇപ്പോൾ പതിവായി ഇതുപോലുള്ള ക്രൂരകൃത്യങ്ങളെക്കുറിച്ച്, അരുംകൊലകളെക്കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ നിന്നും കേൾക്കുന്നത്. പ്രത്യേകിച്ച് വീടുകളിൽ നടക്കുന്ന കൊലപാതകങ്ങൾ, കുഴിച്ചു മൂടുന്നു, തെളിവുകൾ നശിപ്പിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം ചില കേസുകൾ പുറത്തു വരുന്നു. പക്ഷേ ഈ തുറവൂർ സ്വദേശിനി ആയ വയോധികയുടെ മരണത്തിൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതിൽ ചില നിർണായകമായ വിവരങ്ങൾ ലഭിക്കുകയാണ്. നാട്ടുകാർക്ക് തോന്നിയ സംശയം, അതിൻ്റെ അടിസ്ഥാനത്തിൽ മകനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. പക്ഷേ ഇയാൾ കൊലപ്പെടുത്തിയതാണോ, കൊലപാതകത്തിന് ശേഷം കുഴിച്ച് മൂടിയതാണോ, ഇതാണ് പോലീസ് അന്വേഷിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.